بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ സഹോദര സഹോദരിമാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് 70ാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഖുർആൻ ഈ വീഡിയോയിൽ എടുക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഈ ഖുർആൻ സ്റ്റഡി സെൻറ്റർ എന്ന പേരിൽ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 4 മാസമായി. ഏറെക്കുറെ 10-20,000-ഓളം വ്യൂസ് ഉണ്ട്. സബ്സ്ക്രൈബ്സും ആവശ്യത്തിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മുടെ ഈ ചാനലിപ്പോൾ നമ്മൾ യാസീൻ സൂറത്ത്, യൂസുഫ് സൂറത്ത്, അൽ കഹ്ഫ് സൂറത്ത് ഏകദേശം കഴിഞ്ഞു. ഇത് മൂന്നും പിന്നെ കുറേ ഫിഖ്ഹിയായ മസലകളും കൂടി 70ഓളം വീഡിയോകൾ എടുത്തു കഴിഞ്ഞു. ഇത് ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത് തന്നെ മറ്റൊരു സൂറത്ത് എടുക്കും. അങ്ങനെ മുഴുവൻ സൂറത്തുകളും എടുക്കണം എന്നാണ് ആഗ്രഹം. അള്ളാഹു നിറവേറ്റി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ ഞാനിവിടെ 25 വർഷമായിട്ട് ഇവിടെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് പ്രതിഫലം വാങ്ങിയിട്ടാണ് അതിലുള്ള കോഴ്സുകളൊക്കെ പഠിപ്പിക്കുന്നത്. പലതരം കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട്. ഗൾഫിൽ പോകാൻ ആവശ്യമുള്ളവർക്ക് അതും അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ പേര് അക്യുറേറ്റ് ട്രാൻസ്ലേഷൻ സെൻറ്റർ ആൻഡ് ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ്. ഇത് 25 വർഷമായി ഇവിടെ നടക്കും. ഇതിൽ മെയിനായിട്ട് ട്രാൻസ്ലേഷൻ ക്ലാസ്സുകളാണ് ഇവിടെ നടത്തുന്നത്. പിന്നെ മറ്റു പല ക്ലാസ്സുകളുണ്ട്. അറബി, ഇംഗ്ലീഷ് നന്നായി പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ഗ്രാമർ അനുസരിച്ച് പഠിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ. അത് നടത്തുന്നുണ്ട്. ഗ്രാമർ അനുസരിച്ച് പഠിക്കുമ്പോൾ കുറഞ്ഞ പീരീഡ് 1-2 മാസം 3 മാസം കൊണ്ട് രണ്ടും ഒരുമിച്ച് പഠിക്കുന്നവർക്ക് 2.5 മാസം 3 മാസം കൊണ്ട് അറബി ഇംഗ്ലീഷും നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. പിന്നെ സംസാരിക്കാൻ ഉള്ളത് വേറെയാണ്. സ്പോക്കൺ അറബി, സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേറെ കോഴ്സുകളുണ്ട്. സംസാരിക്കാതെ നമ്മൾ മലയാളത്തിൽ നമ്മൾ മനസ്സിൽ കരുതുന്ന വാക്കുകൾ, വാചകങ്ങൾ അതൊക്കെ അറബിയിലും ഇംഗ്ലീഷും എഴുതാനുള്ള സ്റ്റാൻഡേർഡ് ആക്കി കൊടുക്കും. അതിന് അഡ്മിഷൻ ഇവിടെ ഡിഗ്രി കഴിഞ്ഞവരെ എടുക്കരുത്. ഡിഗ്രി കഴിയാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബികോം, BA, BCom ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ കഴിഞ്ഞവരാണ് ഇവിടെ സാധാരണ ചേരുന്നത്. അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ അവർക്കൊന്നും ഇംഗ്ലീഷ് അത്ര വലിയ വശമൊന്നുള്ള സ്റ്റുഡൻസ് ആവില്ല. അവരൊക്കെ നന്നായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാവുന്ന ഒരു സ്റ്റാൻഡേർഡിലാകും. എന്ത് പറഞ്ഞാലും അധ്യാപകൻ എന്ത് പറയുന്നോ, മലയാളത്തിൽ പറയുന്നോ അതൊക്കെ ഇംഗ്ലീഷിൽ എഴുതാനുള്ള, അല്ലെങ്കിൽ സ്വയം നമ്മൾ ഉദ്ദേശിക്കുന്ന വാചകങ്ങൾ എന്തോ അതൊക്കെ മലയാളത്തിൽ ഉദ്ദേശിച്ചാൽ തന്നെ അറബിയിലൊക്കെ എഴുതാൻ പറ്റും, ഇംഗ്ലീഷിലും എഴുതാൻ പറ്റും. അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് ഇവിടുന്ന് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. വളരെയധികം നല്ല ഒരു സ്റ്റാൻഡേർഡാണ് ഇത്. അങ്ങനെ പിന്നെ അവർ ഗൾഫിൽ പോയിട്ട് നല്ല ജോലിയൊക്കെ കിട്ടിയവർ ധാരാളം ആളുകളുണ്ട്. അറബി കോളേജിൽ നിന്ന് ഫൈസി, ബാക്കവി ബിരുദം പോലെയുള്ള ബിരുദം എടുത്തവരും വന്ന് പഠിച്ചിട്ട് അങ്ങനെ ധാരാളം പേര് ഗൾഫിൽ പോയവരുണ്ട്. അറബി ഇപ്പോൾ ഫൈസി ബിരുദം എടുത്തു, അതല്ലെങ്കിൽ ബാക്കവി ബിരുദം എടുത്തു, അൻവരി ബിരുദം എടുത്തു എന്ന് വെച്ചിട്ട് അവർ സാധാരണ ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കാറില്ല. കോളേജുകളിൽ ഇപ്പോൾ ആയി തുടങ്ങിയെന്ന് തോന്നുന്നു. ഏകദേശം ഒരു 45 വർഷമുള്ള ചരിത്രം പറയുകയാണെങ്കിൽ അക്കാലത്ത് ജാമിയ നൂരിയ അറബി കോളേജ് മാത്രമാണ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സനത് കൊടുക്കുന്ന കോളേജ് ഉണ്ടായിരുന്നു. അതിന് ശേഷമായിട്ട് ഇപ്പോൾ എവിടെ ഒരു മഹലിൽ ഒരു സ്ഥാപനം അറബി
കോളേജ് ഉണ്ടെങ്കിൽ അതും സനത് കൊടുക്കുന്ന ഒരു സ്ഥാപനമായി മാറിയിരിക്കുക. അപ്പം അങ്ങനെ കണ്ടമാനം ഡിഗ്രികളും ആ കാര്യത്തിൽ വളരെ അഭിവൃദ്ധി നേടിയിട്ടുണ്ട് കേരളവും കേരളത്തിലുള്ള മഹല്ലുകളും. അതേതായാലും നല്ല കാര്യം തന്നെ. പക്ഷെ അവർ ലാംഗ്വേജിന് അറബി ഭാഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകാതെ ആയതുകൊണ്ട് അറബി ഭാഷ വേറെ തന്നെ പഠിക്കാൻ തയ്യാറായിട്ട് വരുന്നവർ ധാരാളം ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അറബി ഭാഷ അതിപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഈ ബിരുദം എടുത്തവർക്കുള്ള ദോഷമല്ല, കോളേജുകൾ അതനുസരിച്ച് അറേഞ്ച് ചെയ്തിട്ടില്ല എന്നതായിരുന്നു ആദ്യത്തെ. ഇപ്പോൾ അതൊക്കെ എല്ലാം ആയിരിക്കണം. ഇപ്പോൾ അറബിയും ഇംഗ്ലീഷും ഒരുപോലെ കൈകാര്യം ചെയ്യാവുന്ന നിലയിലാണ് കുട്ടികൾ പഠിച്ച് പുറത്തിറങ്ങുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോളേജാണ് ഹുദവി, ദാറുൽ ഹുദ കോളേജ്, ചെമ്മാട്. അവരെല്ലാം അറബി, ഇംഗ്ലീഷ്, ഉറുദു, ഹിന്ദിയൊക്കെ, ഹിന്ദിയില്ല ഉറുദു ഒക്കെ നന്നായി പഠിച്ചിട്ടാണ് വരുന്നത്. നമ്മൾ അതേ രീതിയിൽ തന്നെ നമ്മളും പഠിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് അത്തരമൊരു സ്റ്റാൻഡേർഡ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനും ഗൾഫിൽ പോയാൽ ട്രാൻസ്ലേറ്റർ പോസ്റ്റിൽ ജോലി ചെയ്യാനുള്ള ഒരു സാധ്യതകളാണ് കാണുന്നത്. ഞാൻ പഠിക്കുന്ന കാലത്ത് അറബി പഠിക്കാനുള്ള ഒരു സൗകര്യം ഇങ്ങനെ പിന്നെ പള്ളി ദർസുകൾ ഒഴിച്ചാൽ മറ്റുള്ള കോളേജുകളൊന്നുമില്ല. അധികം കോളേജ് ഉണ്ടായിരുന്നില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞല്ലോ. പിന്നെ അപ്പം അതിൻ്റെ പേരിൽ ഞാൻ ഈ മുത്തവ്വലിലുള്ള കിതാബുകളെല്ലാം പഠിച്ചു തീർത്തതാണ്. മുത്തവ്വൽ കോഴ്സാണ് ഇപ്പോൾ ഫൈസിമാരും മറ്റുള്ള ആരും കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വരുന്നത് മുത്തവ്വലുള്ള കിതാബുകളൊക്കെ ഓതി കഴിഞ്ഞിട്ടാണ് അതൊക്കെ ഇവിടെ വരുന്നത്. അവരതിൽ നിന്ന് തഹരീജാവുന്നത്. അങ്ങനെ ആ കിതാബുകളൊക്കെ പഠിക്കാനുള്ള സൗകര്യം എനിക്ക് മറ്റു നിലക്ക് ഞാൻ ചെയ്തു. അത് കോളേജിൽ പോവാതെ തന്നെ. അന്ന് അധികം കോളേജില്ല. അപ്പോൾ ഉള്ള കോളേജിൽ പോകാനാണെങ്കിൽ നമുക്ക് സൗകര്യപ്പെടുകയില്ല. അങ്ങനെയുള്ള പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ആ ഒരു കോളേജ് ഉണ്ടായിരുന്ന കാലത്ത് അതിലേക്ക് ഞാൻ പോയില്ല. പിന്നെ ഞാൻ നേരെ പോയത് അഫ്സുലുലമക്കാണ്. അന്ന് അഫ്സുലുലമ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വലിയ കിതാബുകളാണ് അഫ്സുലുലമക്കുള്ളത്. ഇന്നിപ്പോൾ അഫ്സുലുലമക്ക് ചെറിയ ചെറിയ ബുക്കുകൾ ആണല്ലോ. അത് BA അറബിക്ക് എന്നാണ് പറയുന്നത്. അന്ന് ഉള്ള കിതാബുകൾ 15 ജുസു ഖുർആൻ തഫ്സീർ പഠിച്ചിരിക്കണം അഫ്സുലുലമയ്ക്ക് എഴുതണമെങ്കിൽ. 15 ജുസു ഖുർആൻ ഹിഫ്ളല്ല. ഹിഫ്ള് പഠിക്കുന്ന കോളേജുണ്ട്, അത് ഈജിപ്തിലെ അസ്ഹർ കോളേജാണ്. അതായത് 15 ജുസു ഹിഫ്ളുള്ളവർക്കാണ് അവിടെ ടെസ്റ്റ് കൊടുക്കുക തന്നെ, ഇൻ്റർവ്യൂ നടത്തുക അഡ്മിഷന് വേണ്ടി. അപ്പം ഇവിടെ അഫ്സുലുലമയ്ക്ക് നമ്മളുടെ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസ് അനുസരിച്ച് 15 ജുസു അത് യൂണിവേഴ്സിറ്റി തിരിച്ചിട്ടുണ്ടാവും. ആ 15 ജുസു തഫ്സീർ പഠിച്ചിരിക്കണം. അതിൽ നിന്ന് ചോദ്യം വന്നാൽ എഴുതണം. പിന്നെ ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് അവിടെയും ഖുർആന്, ഉലൂമുൽ ഖുർആൻ, ഹദീസ്, ഉലൂമുൽ ഹദീസ്, ഫിഖ്, ഉസൂൽ ഫിഖ്, ഇൽമുൽ മന്തിഖ്, ഇൽമുൽ ബലാഗ, ഇൽമുൽ അഖീദ, ഇൽമുൽ നഹ്വ്, താരീഖുൽ ഇസ്ലാം, അൽ-ലുഗൽ അറബിയ്യ, ഇങ്ങനെ ഒരു 12ഓളം ഫന്നുകൾ അക്കാലത്ത് ഞാൻ 74-75 എഴുതിയത്. ആ കാലത്ത് പിന്നെ അതിനുള്ള കിതാബുകൾ ഉൾപ്പെടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇതിലുള്ള കിതാബുകൾ കുറേ ഉണ്ട്. ഖുർആൻ, ഉലൂമുൽ ഖുർആനിൽ ഇത്തഖാൻ എന്ന് പറയുന്നതാണ് അന്നത്തെ സിലബസിലുള്ളത്. ഹദീസ്, ഉലൂമുൽ ഹദീസ്, പിന്നെ ഹദീസിൽ ബുഖാരി, മുസ്ലിമാണ്. ഈ അഫ്സലുലമയുടെ ഫൈനൽ പരീക്ഷയ്ക്ക് ഞാൻ പറയുന്നത്. അതിൻ്റെ മുമ്പ് 2 സ്റ്റെപ്പ് ഉണ്ട്, എൻട്രൻസ്, പ്രിലിമിനറി. ഈ 2 കൊല്ലം കഴിഞ്ഞാലാണ് അത് എഴുതേണ്ടത്. പ്രിലിമിനറി കഴിഞ്ഞിട്ടാണ് അഫ്സലുലമ 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് എഴുതേണ്ടത്. പിന്നെ ഫിഖ്, ഉസൂൽ ഫിഖിൽ ജമ്മുൽ ജവാമിയും
പിന്നെ ജമ്മുൽ ജവാമിയ ഇതിനില്ല. മുസ്തസ്ഫാലിൽ ഖസാലി എന്ന് പറഞ്ഞിട്ട് ഇമാം ഖസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ 2 ഗ്രന്ഥം, അല്ല 2 ജുസുള്ള മുസ്തസ്ഫ എന്ന് പറയുന്ന ഗ്രന്ഥം, അത് ഉസൂൽ ഫിഖാണ്. ജമ്മുൽ ജവാമിയ ഞാൻ ദർസിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 2 ഉസൂൽ ഫിഖാ. ഇൽമുൽ മന്തിഖിൽ പിന്നെ അതിന് പ്രത്യേക കിതാബുണ്ട്. അത് ഏതായാലും ഒരു ഷറഅത്ത് വരെയുള്ള കാര്യങ്ങളൊക്കെ വിവരിക്കുന്ന ബുക്കാണ്. ഇൽമുൽ ബലാഗ ഉണ്ട്. ഇൽമുൽ ബലാഗ, ഇൽമുൽ മആനി, ബയാൻ, ബദിഅ 3 കൂടി ചേർത്തിട്ടുള്ളതാണ്. അതിനിപ്പോൾ മുഖ്തസർ പിന്നെ ഇതൊക്കെ നമ്മൾ ആദ്യമേ പഠിച്ചു കഴിഞ്ഞതാണ്. നഹ്വിൽ പിന്നെ ഇതുണ്ടല്ലോ, എന്താ പറയുക, എൽമൻ ഒരു ബുക്കുണ്ട്, ഈജിപ്തിൽ നിന്നിറങ്ങിയ ബുക്കാണത്, ഓർമ്മ വരുന്നില്ല. ഏതായാലും അലിഫ്യ നന്നായി പഠിച്ചവർക്ക് ഒരു പ്രശ്നമില്ല. അലിഫ്യ അങ്ങനെയുള്ള എൽമൽ മന്തിഖും ആനിയൊക്കെ ഞാൻ ഇവിടെ സ്ഥാപനത്തിൽ ദർസ് നടത്തിയിരുന്നു, കുട്ടികൾക്ക് ആവശ്യമുള്ളവർക്ക് വന്ന് പഠിക്കാവുന്ന സൗകര്യത്തിൽ. അപ്പോൾ പിന്നെ താരീഖുൽ ഇസ്ലാമിൽ 3 2 5 3 3 6 1 7 വാള്യങ്ങൾ. അത് ഫജ്റുൽ ഇസ്ലാം ഒരു വാള്യം, ഫജ്റുൽ ഇസ്ലാം, ലുഹൽ ഇസ്ലാം 3 വാള്യം, പിന്നെ ലുഹറുൽ ഇസ്ലാം 3 വാള്യം, വലിയ കിതാബുകൾ. ഇത് താരീഖുൽ ഇസ്ലാമിൻ്റെ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ ഇത്രയും ബുക്കുകളുണ്ട്. അപ്പം അങ്ങനെ കണ്ടമാനം കിതാബുകളുണ്ട്. ഇത്രയും ഫന്നുകൾ പഠിക്കും വേണം. അങ്ങനെ ഞാൻ അഫ്ദലിന് പോകാൻ പഠിക്കാം എന്ന് വെച്ചത് അതിൻ്റെ പേരിലാണ്. അപ്പോൾ അതൊരു നല്ലൊരു അനുഭവമായി എന്നുള്ളതാണ് കാരണം. എനിക്ക് ഗൾഫിൽ പോയിട്ട്, ഗൾഫിലുള്ള ഞാൻ ചെന്ന ഉടനെ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയിൽ ജോലി കിട്ടി. 2-ാം ദിവസം ജോലി കിട്ടി. അന്ന് 78-ലാണ് ഞാൻ ഗൾഫിലെത്തുന്നത്. അന്ന് 5000 റിയാൽ ശമ്പളം കിട്ടി. ഇവിടെ 500 രൂപയായിരുന്നു ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് ശമ്പളം. അവിടെ 5000 റിയാൽ ശമ്പളത്തിന് ഞാൻ പിന്നെ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയിൽ ചേർന്ന് ഞാൻ വേറെ ജോലി കൂടി അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം പോലീസ് ഫോഴ്സിൽ ചേരണം എന്നുള്ള ആഗ്രഹം തോന്നി, അന്വേഷണം തോന്നി. അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ അപേക്ഷ കൊടുത്തു. ആ അപേക്ഷ സാങ്ഷനായി. അവിടുത്തെ ഡയറക്ടർ പറഞ്ഞു, ഞാൻ അപേക്ഷ കൊടുത്ത ഡിവിഷനിലുള്ള ഡയറക്ടർ ഇന്ന ദിവസം ട്രെയിനിങ് സെൻറ്ററിൽ പോവുക. അപ്പോൾ എന്തിനാണ് സാറെന്ന് ചോദിച്ചു. ട്രെയിനിങ്ങിന് നിന്നെ പോലീസിൽ എടുത്തു കഴിഞ്ഞു എന്നത്. അങ്ങനെ സ്പോൺസറുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സ്പോൺസർ റിലീസ് ചെയ്യുന്നില്ല. സ്പോൺസർഷിപ്പ് വേറെ മാറ്റി കൊടുത്താലേ അത് പറ്റുള്ളൂ. അതിന് കാശ് കൊടുക്കണം, വലിയ സംഖ്യ കൊടുക്കണം. 3000 റിയാൽ ആവശ്യപ്പെട്ടു. 3000 റിയാൽ അന്ന് ഒരു മാസം ശമ്പളത്തിൽ നിന്ന് എടുത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ അതന്ന് അപ്പം ഞാൻ വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് ഈ പിന്നെ റിലീസ് വാങ്ങാനുള്ള സൗകര്യം കിട്ടിയത്. റിലീസ് കിട്ടിയപ്പോൾ ഞാൻ പഴയ ഈ ഓഫീസിൽ തന്നെ പോയി. അപ്പോൾ എനിക്ക് വീണ്ടും അപ്പോയിൻമെൻറ്റ് തന്നു. അങ്ങനെ ഞാൻ ട്രെയിനിങ്ങിന് പോയി. 5 മാസം 6 മാസം പോലീസ് ട്രെയിനിങ് കഴിച്ചു വന്നു. കുറച്ച് കാലം, ഒരു 6 മാസത്തോളം പോലീസ് ഫോഴ്സിൽ വർക്ക് ചെയ്തു, യൂണിഫോമിൽ. അത് കഴിഞ്ഞപ്പോൾ ഞാനറിയാതെ എന്നെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അത് പ്രൊമോഷനായിരുന്നു എന്നുള്ളതാണ് പിന്നീടുണ്ടായ അനുഭവം. ശമ്പളം കൂടിയതും എല്ലാവിധ ആനുകൂല്യങ്ങളും കൂട്ടി തന്നു. അത് ഓഫീസിൽ വർക്ക് ചെയ്യുക, ഓഫീസിൽ ട്രാൻസ്ലേറ്ററായിട്ട് വർക്ക് ചെയ്യുക. അത് ഈ അഫ്സലുലമയ്ക്ക് എഴുതിയത് കൊണ്ടാണ് എനിക്ക് ആ സൗകര്യം ഏറ്റെടുക്കാനായത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു ഫൈസി ബിരുദത്തിന് വന്നു പോകുകയായിരുന്നെങ്കിൽ
ഈ സൗകര്യം കിട്ടില്ല. കാരണം ഈ അറബി ലാംഗ്വേജ് നന്നായി പഠിക്കാനുള്ള സൗകര്യം കിട്ടി അഫ്സലുലമയ്ക്ക് പഠിച്ചതുകൊണ്ട്. അപ്പം അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ അള്ളാഹു ചെയ്തു തന്ന് ഗൾഫിൽ പോയി അവിടെ 24 കൊല്ലം, അതിൽ 18 കൊല്ലവും ഈ ഇൻ്റലിജൻസിൽ തന്നെയാണ് വർക്ക് ചെയ്തത്. ഇൻ്റലിജൻസ് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ അനുഭവമാണ്. ഏതായാലും അതിൽ ജോലി ചെയ്ത് 2000 തിരിച്ച് നാട്ടിൽ വന്നു. അങ്ങനെയാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. ഈ സ്ഥാപനം തുടങ്ങിയിട്ട് പല സ്ഥാപനത്തിൽക്കും എന്നെ ജോലി ചെയ്യാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ അതിലൊന്നും ഇപ്പോൾ വലിയ ഒരു ശമ്പളമായിട്ട് വലിയതൊന്നും കിട്ടില്ല എന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഒഴിവായത്. ഞാൻ നടത്തുന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാം എന്ന് വെച്ചു. ഞാൻ തന്നെയാണ് ഇവിടെ ക്ലാസ് എല്ലാം എടുക്കൽ. അന്ന് കമ്പ്യൂട്ടർ ക്ലാസ്സും കൊടുത്തിരുന്നു കുട്ടികൾക്ക്, ചില കോഴ്സുകളൊക്കെ. അപ്പോൾ അങ്ങനെ പഠിച്ച കാര്യങ്ങൾ മറ്റൊരാൾക്ക് പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഒരുവിധ വിട്ടുവീഴ്ചയില്ലാതെ, അതിന് സമയക്രമമില്ലാതെ കണ്ട് എനിക്ക് പഠിപ്പിക്കാൻ വലിയ ആഗ്രഹമാണ്. അങ്ങനെ പഠിക്കലും പഠിപ്പിക്കലുമായിട്ടാണ് ജീവിതം മുഴുവൻ കഴിഞ്ഞുകൂടിയത് ഇതുവരേക്കും. അതിനു വേണ്ടിയിട്ട് ഞാൻ പഠിപ്പ് നിർത്തിയ കാലം മുതൽക്ക് തന്നെ ഞാൻ ബുക്കുകൾ റെഫർ ചെയ്യാറുണ്ട്. അതിനുവേണ്ടി ഒരു ചെറിയ ലൈബ്രറി എൻ്റെ ഓഫീസിൽ തന്നെ ഞാൻ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതുമായിട്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു ബുക്ക് വായിക്കാതെ ഉറങ്ങില്ല എന്ന് പറഞ്ഞ്, ഒരു ബുക്കിൽ നിന്ന് അല്പെങ്കിലും വായിക്കാതെ ഉറങ്ങാൻ കഴിയില്ല. അത് അറബിയും ഇംഗ്ലീഷുമാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. മലയാളം അധികം വായിക്കാറില്ല. അതുകൊണ്ട് കുറച്ചൊരു ദോഷം പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. അറബി ഇംഗ്ലീഷും വായിക്കുമ്പോൾ ലാംഗ്വേജും എല്ലാവിധ കാര്യങ്ങളൊക്കെ പഠിക്കാമല്ലോ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് മലയാളം വായിക്കാനുള്ള ഈ താല്പര്യമില്ലായ്മ അത് ദോഷം ചെയ്തു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും മലയാളമാണല്ലോ, അങ്ങനെ തട്ടിമുട്ടി പോവാം എന്നുള്ളതാണ്. അപ്പോൾ ഈ അഫ്സലുലമ പാസ്സായതിനു ശേഷമായിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട്, 1-2 വർഷത്തിന് ശേഷമായിട്ട് ഇംഗ്ലീഷ് MA എടുക്കാനും എനിക്ക് കഴിഞ്ഞു. ഈ ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ പ്രാബല്യത്തിൽ വന്ന കാലഘട്ടമാണ് യൂണിവേഴ്സിറ്റികളിലൊക്കെ. അത് അനുകൂലമായിട്ട് എനിക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഇതെല്ലാം ഈ ഇംഗ്ലീഷ് BA MA, ഇംഗ്ലീഷ് BA കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് MA എഴുതാനുള്ള സൗകര്യം കിട്ടി. ഇംഗ്ലീഷ് BAക്ക് ഒരു 4 ഷേക്സ്പിയർ ഡ്രാമകളുണ്ട്. അതിൻ്റെ പുറമെ ഷേക്സ്പിയറിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ സ്വയം പലപ്പോഴും ഒരു 5-8 ബുക്കുകൾ ഞാൻ വെറും നേരം പോക്കിന് വേണ്ടി വായിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എൻ്റെ ട്രേഡിലൊരു അഭിവൃദ്ധി ഉണ്ടാക്കി, പുരോഗതി ഉണ്ടാക്കി. കാരണം ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാകും. അതിൻ്റെ പേരിൽ ഇപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കുകയാണെങ്കിൽ ഗ്രാമറിന് ഞാൻ ബുക്ക് നോക്കി പഠിപ്പിക്കില്ല. ബുക്കെല്ലാം ഒരു ടോപ്പിക്ക് ഗ്രാമർ എടുത്ത് അതിനെ സംബന്ധിച്ച് കുട്ടികൾക്ക് വിശദീകരിച്ച് കൊടുക്കുകയും പിന്നെ സ്വന്തമായിട്ട് വാചകങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർക്ക് ഉദാഹരണത്തിന് പറഞ്ഞു കൊടുക്കുകയും അത് കുറച്ച് കഴിഞ്ഞാൽ അവർ സ്വന്തമായിട്ട് വാചകങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ പേരിൽ ഗ്രാമറിൻ്റെ ടോപ്പിക്ക് മാത്രം എടുത്ത് വിശദീകരിക്കുക, അത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അതിന് ടെക്സ്റ്റിൻ്റെ ആവശ്യമില്ല. ആ നിലയ്ക്കാണ് ടീച്ചിങ് മുന്നോട്ട് പോകുന്നത്. വളരെയധികം പെട്ടെന്ന് കുട്ടികൾക്ക് അത് പിടിച്ചെടുക്കാനും അത് മനസ്സിലാക്കി അത് വേണ്ടതുപോലെ ചെയ്യാനും ഇന്നവരെ സാധിച്ചിട്ടുണ്ട് ഈ മെത്തേഡിൽ. പിന്നെ അറബി ആണെങ്കിലും അറബി ഗ്രന്ഥങ്ങൾ അത് വായിച്ചു അതിൻ്റെ വിശദവിവരങ്ങൾ പറഞ്ഞു കൊടുക്കാനും മീനിങ് പറഞ്ഞു കൊടുക്കാനും പറ്റാവുന്ന ഒരു നിലപാടിൽ തന്നെയാണ്
ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഈ അഫ്സലുലമ അല്ലാതെ വേറെയും ചില പരീക്ഷകളൊക്കെ എനിക്ക് എഴുതാനുള്ള ഒരു സന്ദർഭം കിട്ടിയിട്ടുണ്ട്. ഉദാഹരണം, ഇപ്പോൾ നാട്ടിൽ നിൽക്കുന്ന കാലത്ത് ഈ കുറച്ചു കാലം ഞാൻ ഖത്തീബായിട്ട് ജോലി ചെയ്തു. 2-3 മഹല്ലുകളിൽ, നാട്ടിലുള്ള മഹല്ലിലും മഹല്ല് പള്ളിയിലും പിന്നെ വേറെയുള്ള 1-2 പള്ളികളിലും ഞാൻ ഖത്തീബായിട്ടും അവിടുത്തെ സദർ അധ്യാപകനായിട്ടും വർക്ക് ചെയ്യുന്ന അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഈ സമസ്ത നടത്തുന്ന പരീക്ഷ ഉണ്ടെന്ന് അധ്യാപകർക്ക്, അതിൽ ലോവറും ഹയറും പാസ്സായി. അന്ന് അതൊക്കെ ഒരു പരീക്ഷയ്ക്ക് എഴുതുക എന്നുള്ളത് ഒരു നേരം പോക്കായിരുന്നു. പിന്നെ യൂണിവേഴ്സിറ്റിയുടെ അഫ്സലുലമയ്ക്ക് പുറമെ ഗവൺമെൻറ് നടത്തുന്ന അറബി മുൻഷിസ് ഹയർ ഗ്രേഡ് എക്സാം, ലോവർ ഗ്രേഡ് എക്സാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പരീക്ഷകളുണ്ടായിരുന്നു. അതും എഴുതി പാസ്സായിട്ടുണ്ട്. ചുരുക്കം ഇതെല്ലാം ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ നടന്ന കാര്യങ്ങളാണ്. ഇത് ഞാനിപ്പോൾ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഞാൻ എന്നെ ഒരു ഇൻട്രഡക്ഷൻ, ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ ഉണ്ടല്ലോ, അത് പറയുന്നത് പിന്നെ ഞാനിപ്പോൾ ഓൺലൈനാണ് സംസാരിക്കുന്നത്. എന്നെ കാണാൻ കഴിയും, ഫോട്ടോയിൽ കാണാൻ കഴിയും. പക്ഷേ ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളും ഞാൻ എടുക്കുന്ന പിന്നെ പ്രതിഫലം വാങ്ങിയിട്ടെടുക്കുന്ന ക്ലാസ്സുകളും അതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം പൊതുജനങ്ങളെ അറിയിക്കുമ്പോൾ, ഓഡിയൻസിനെ അറിയിക്കുമ്പോൾ, അത് ഇതിന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതെല്ലാം അറിഞ്ഞിരിക്കൽ ഒരാവശ്യമാണ്. പഠിപ്പിക്കുന്ന ആളെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കൽ ആവശ്യമാണ്. അതിൻ്റെ പേരിൽ ഞാൻ പറയുക എന്നേ ഉള്ളൂ, അല്ലാതെ ഇതിൽ മറ്റൊരു ഉദ്ദേശങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതുവരെ ഞാൻ ഒരു പരിചയപ്പെടുത്തൽ നടത്തിയിട്ടില്ല. 4 മാസമായി ഇപ്പോൾ നമ്മൾ ഖുർആൻ സ്റ്റഡി ക്ലാസ് തുടങ്ങിയിട്ട്. അതിൽ ഏകദേശം ഒരു 20,000-ൻ്റെ മേലെ വ്യൂസ് ആയിട്ടുണ്ട്. ഇപ്പോൾ എനിക്കിങ്ങനെ തോന്നി, ഇത് മൊത്തം ഒന്ന് ഷെയർ ചെയ്താൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പഠിക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. അതിനിപ്പോൾ ഞാൻ തയ്യാറുമാണ്. വലിയൊരു ഫീസ് വാങ്ങിയിട്ടൊന്നല്ല പഠിപ്പിക്കുന്നത്. ലാംഗ്വേജ് അറബി ആയാലും ഇംഗ്ലീഷ് ആയാലും 2 ലാംഗ്വേജും പഠിച്ചിരിക്കൽ ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് അത് വളരെ അനിവാര്യമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ അതിന് താല്പര്യമുള്ള കുട്ടികൾ പഠിക്കാനുള്ള സൗകര്യം, എൻ്റെ പേരും അഡ്രസ്സും ഇതൊക്കെ ഞാൻ പേര് പിന്നെ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. അഡ്രസ്സും ഫോൺ നമ്പറും ഞാൻ ഇത് വീഡിയോയുടെ അവസാനത്തിൽ പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെയാണ്. പിന്നെ പ്രത്യേക പോയിന്റുകളൊന്നും പറയാനില്ല. ഇനി ഈ പോയിന്റുകളൊന്നും ഇത് മനസ്സിൽ നിന്ന് എടുത്ത് പറയുന്നതായതുകൊണ്ട് അല്പം താമസം വരും. ഇവിടെ നടക്കുന്ന കോഴ്സുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അറബി ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠനം, അത് ഗ്രാമർ അനുസരിച്ച് പഠനം 2-2.5 മാസത്തെ കോഴ്സാണ് അതുള്ളത്. രണ്ടും കൂടി ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ 2.5 മാസം കൊണ്ട് കോഴ്സ് കഴിയും. മണിക്കൂർ ബേസിലാണ്, മാസത്തിൻ്റെ കണക്കല്ല, മണിക്കൂർ ബേസാണ് അതിന് സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ അറബി ഇംഗ്ലീഷ് മലയാളം ടൈപ്പ് റൈറ്ററിൽ പഠിപ്പിക്കും. അതല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മാനുവൽ മെഷീനിൽ പഠിപ്പിക്കും, അതല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ പഠിപ്പിക്കും. കമ്പ്യൂട്ടറിൽ കറണ്ട് സാധാരണ പോകുന്നതായതുകൊണ്ട് നമ്മൾ മാനുവൽ മെഷീനായിട്ടാണ് കുറച്ചു കാലം നടക്കുന്നത് കോഴ്സ്. പിന്നെ കമ്പ്യൂട്ടറിൽ വേണ്ടവർക്ക് കമ്പ്യൂട്ടറിൽ പഠിപ്പിക്കും. ഏതായാലും മാനുവൽ മെഷീനിൽ പഠിച്ചവരാണെങ്കിലും ഒരാഴ്ച ലാസ്റ്റിൽ കമ്പ്യൂട്ടറിൽ പഠിപ്പിക്കും. കമ്പ്യൂട്ടറിൽ എങ്ങനെ ടൈപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇവിടെ നിന്ന് പഠിപ്പിക്കും. പിന്നെ അറബി ഒരു ചെറിയ കാർഡുണ്ട്. ഇതാണ് ആ കാർഡ്. ഈ കാർഡിൽ ഇതെല്ലാ വിവരങ്ങളും എഴുതിയിട്ടുണ്ട്. 2 സൈഡും. ഒരു സൈഡിൽ പിന്നെ അപ്പോൾ ടൈപ്പിങ്, പിന്നെ ഗ്രാമർ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഹിന്ദി, ഉറുദു ഇത് 2ൻ്റെയും ഗ്രാമർ പഠിപ്പിക്കും. അറബി ഇംഗ്ലീഷ് ഹിന്ദി ഉറുദു.
പിന്നെ എം എ അറബിക്കുള്ള ക്ലാസ്. അത് അധ്യാപകരൊക്കെ ഇവിടെ അടുത്തുള്ള ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകർ പലരും ഇവിടെ വന്ന് എം എക്കുള്ള അറബി എം എക്ക് അവർ ക്ലാസ് എടുക്കണം എന്ന് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് അതും നടന്നിരുന്നു. അപ്പോൾ അതിനാവശ്യമുള്ളവർ വന്നാൽ ആവശ്യമുള്ള ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ്. പിന്നെ BA ഇംഗ്ലീഷ് അതിൻ്റെ ക്ലാസ് എടുക്കും. പിന്നെ ഈ പിന്നെ അറബി ഇംഗ്ലീഷും അറിയാത്തവരാണെങ്കിൽ, ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു എന്ന് വെച്ചിട്ട് ഇംഗ്ലീഷ് നന്നായിട്ടൊന്നും കൈകാര്യം ചെയ്യാൻ അറിയില്ല കുട്ടികൾക്ക്. അപ്പോൾ അത് ഇംഗ്ലീഷ് നന്നായി പഠിച്ചു, അറബിയും പഠിച്ചു, പിന്നെ ട്രാൻസ്ലേഷൻ വേണ്ടവർക്ക് ട്രാൻസ്ലേഷനിൽ കിടക്കും. അതൊരു 3 മാസത്തെ വേറെ കോഴ്സാണ്, ട്രാൻസ്ലേഷൻ കോഴ്സ്. അതൊക്കെ ചുരുങ്ങിയ ഫീസ് വാങ്ങിയിട്ടാണ് പഠിപ്പിക്കുന്നത്. പിന്നെ ഗ്രാമർ, അറബിക് ഇംഗ്ലീഷ് ലേണിംഗ് ക്ലാസ്, ഇംഗ്ലീഷ് അറബിക് ഹിന്ദി ഉറുദു ഗ്രാമർ, സ്പോക്കൺ അറബി ഇംഗ്ലീഷ് ഹിന്ദി ഉറുദു, സ്പോക്കൺ ഇംഗ്ലീഷ് അറബി ഹിന്ദി ഉറുദു. ഇത് കുട്ടികളിവിടെ എൻ്റെ സ്ഥാപനത്തിൽ തന്നെയാണ് ഞാൻ ക്ലാസ്സൊക്കെ എടുക്കുന്നത്. ഇതിനായിട്ട് പ്രത്യേക വാടക കൊടുക്കുക, അടുത്ത് തന്നെ താമസമായതുകൊണ്ട് വേഗത്തിൽ വന്ന് തുറന്ന് ഇതാക്കുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ എനിക്ക് എപ്പോഴും ഫ്രീ ആണ്, ഏത് സമയത്ത് പറഞ്ഞാലും ക്ലാസ് എടുത്തു കൊടുക്കും. ഇനിയിപ്പോൾ ഒരാൾ രാത്രി വന്നിട്ട് ക്ലാസ് എടുക്കുമ്പോൾ പിന്നെ ഒരു സന്ധ്യാസമയത്ത് വൈകിയ സമയത്താണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ അതും ചെയ്യാൻ എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല. അപ്പോൾ ഏത് സമയത്തും അതിന് തയ്യാറാണെന്നർത്ഥം. പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു മടിയുമില്ല, ഏത് സമയത്തും ക്ലാസ് എടുക്കും. പിന്നെ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഉണ്ട്. അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, അത് ഇംഗ്ലീഷ് അറബി ഇത് രണ്ടിലും അത് പഠിപ്പിക്കും. പിന്നെ ഇതിൻ്റെ പുറത്ത് നമ്മുടെ യോഗ്യത എഴുതിയതിന് പുറമെ we undertake works, translation of any books, law court judgments, any other court proceedings, contracts, deeds, agreements, all kinds of documents, etc. ഇംഗ്ലീഷും അറബി മലയാളം. ഇവിടെ ഇപ്പോൾ എടുത്തു പറയാവുന്നൊരു കാര്യം, നമ്മളെ വസ്തുവിൻ്റെ ആധാരങ്ങളുണ്ടല്ലോ, ഈ ആധാരത്തിന് വിദേശത്ത് പോകുന്ന കുട്ടികൾക്ക് ആധാരത്തിൻ്റെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കൊടുക്കേണ്ട ധാരാളം വർക്കുകൾ ഇവിടെ വരാറുണ്ട്. അപ്പോൾ ആധാരം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. ഏത് കോടതി ജഡ്ജ്മെൻ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഗൾഫിൽ നിന്നുള്ള ജഡ്ജ്മെൻറ്റ് അറബിയിലാണ് വരിക, അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള ജഡ്ജ്മെൻറ്റ് ഇനി അറബിയിലേക്ക് ആക്കണം, ഗൾഫിൽ ആവശ്യം വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെല്ലാം ചെയ്തു കൊടുക്കും. ഇതിനൊന്നും വേറെ അധ്യാപകരോ ആരുമില്ല. ഇതെല്ലാം സമയം ക്രമപ്പെടുത്തി ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്, ക്ലാസ്സുകളും. പിന്നെ DTP വർക്കുകൾ, മലയാളം, അറബി, ഇംഗ്ലീഷ്, ഈ 3 ടൈപ്പിങ്ങും എനിക്കറിയാം. അപ്പോൾ അതിൻ്റെ പേരിൽ DTP വർക്കുകളും ഇവിടെ ചെയ്തു കൊടുക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇത് ഇപ്പോൾ ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം. ഷെയർ ചെയ്ത് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക്, ഇതൊക്കെ ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ട് കോഴ്സുകളൊക്കെ. ഇപ്പോൾ ഒരു കുറച്ചു കാലം മുമ്പായിരുന്നു ഇതിനൊക്കെ ഒരു കൂടുതൽ ഡിമാൻഡുള്ള കാലഘട്ടം. ഇപ്പോൾ കുറഞ്ഞു വന്നു തുടങ്ങി. പക്ഷേ എല്ലാം കൂടി ഒരിടത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇത് ഇവിടെ നടക്കും എന്നാണ് അർത്ഥം. ഇവിടെ ചേന്നമംഗലൂർ ഭാഗത്തു നിന്നൊക്കെ കുട്ടികൾ പഠിക്കാൻ വന്നിരുന്നു ഒരു സമയത്ത്. കോഴിക്കോട് ജില്ലയിൽപ്പെട്ട ചേന്നമംഗലൂർ, അവർ ഇവിടെ ലോഡ്ജെടുത്ത് താമസിക്കുകയായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾക്ക് തന്നെ ഇവിടെ വീടോ സൗകര്യങ്ങളോ കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. എൻ്റെ ഇതിൽപ്പെട്ട വീടുകൾ തന്നെ
ഫാമിലിയായി താമസിച്ച് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അതിനും സൗകര്യപ്പെട്ട വീടുകളും ഇവിടെ വാടകയ്ക്കായിട്ട് നൽകാനുണ്ട് എന്നുള്ള ഇതും കൂടി അറിയിക്കുക. ഗൾഫിൽ പോയി തിരിച്ചു വന്നത് കുട്ടികളായിരുന്നു അന്ന്. ഒരു ഹിന്ദി മാഷ് ഉൾപ്പെടെയുള്ള ചിലരൊക്കെ ആയിരുന്നു അന്ന് ഈ ചേന്നമംഗല്ലൂരിൽ വന്ന് ഇവിടെ പഠിച്ചിരുന്നത്. പിന്നെ ചേന്നമംഗല്ലൂർ എന്ന് പറയുമ്പോൾ പ്രത്യേക ഒരു ചിന്താഗതി വേണ്ട, ഏത് ആശയക്കാരാണെങ്കിലും ഞാൻ ക്ലാസ് കൊടുക്കും. ഈവൻ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികളൊക്കെ ഇവിടെ വന്ന് പഠിച്ചിട്ടുണ്ട്. അറബി പഠിക്കാൻ വന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ക്ലാസ് എടുക്കും. അതിൽ മറ്റൊരു ചിന്താഗതി ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ അറിവിൽപ്പെടാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ മറ്റൊരു ഉദ്ദേശമൊന്നുമില്ല. പിന്നെ ഞാൻ പഠിപ്പിക്കുന്നതായതുകൊണ്ട് ആ വിവരം ഒന്ന് ഓഡിയൻസ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ വക കാര്യങ്ങളെ സംബന്ധിച്ച് ഈ വീഡിയോ ഒന്ന് വീണ്ടും അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും, ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്താൽ പിന്നെ അത് ഒരു ഉപകാരത്തിൽ പെടും എന്നുള്ള വിവരമാണ് കാര്യമായിട്ട് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മളുടെ അൽ-കഹ്ഫ് സൂറത്ത് 2 വീഡിയോയും കൂടി വിട്ട് കഴിഞ്ഞാൽ അവസാനിക്കും. അത് 71, 72 വീഡിയോകൾ അത് അവസാനിക്കും. 70 ഇതാണ്, 69 70 71 അറിയില്ല. ഏതായാലും 2 വീഡിയോ ബാക്കിയുണ്ട് അൽ-കഹ്ഫ് സൂറത്തിൽ. അതിൻ്റെ ഇടയ്ക്ക് ഈ വീഡിയോ വരും. നമ്പർ ഏതാണെന്ന് ഓർമ്മയില്ല. അപ്പോൾ നമ്പർ ഇൻഷാ അല്ലാഹ് വീഡിയോയുടെ സീരിയൽ നമ്പർ അനുസരിച്ച് ഞാൻ നമ്പർ കൊടുക്കും അതിൽ. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. ഇത് 32 മിനിറ്റായി. വളരെ ദൈർഘ്യം കൂടിപ്പോയി വീഡിയോയിൽ. അള്ളാഹു നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിയുന്നത്ര ഷെയർ ചെയ്യണം ഈ വീഡിയോ എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.